നമുക്കറിയാം, വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മഹത്തരമായ കണ്ണികൾ വിളക്കിച്ചേർക്കുന്ന ഒരു കേന്ദ്രമാണ് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്നൊക്കെ പറയാം. എല്ലാവർക്കും വ്യത്യസ്തമായ അറിവുകൾ കുഞ്ഞുനാൾ മുതൽ വലിയ നാളുകൾ വരെയുണ്ട്. ശാസ്ത്രീയ പഠനത്തിൻ്റെ ഒരു ഭാഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ ഓരോ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യന്മാർക്കും അവരുടെ വീക്ഷണങ്ങളിലും സ്വഭാവങ്ങളിലും വ്യത്യാസം വരും എന്നാണ് പറയുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെ 3 വയസ്സിന് ശേഷം 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാലഘട്ടത്തിൽ അവരുടെ വീക്ഷണങ്ങളിലും ചിന്തകളിലും ഭാവിയെ രൂപകൽപ്പന ചെയ്യുവാനും ഭാവിയിലേക്ക് മനസ്സ് മുന്നോട്ട് വയ്ക്കുവാനുമുള്ള പ്രകൃതിസിദ്ധമായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു കഴിവ് അവരിലുണ്ട് എന്നാണ് സമർത്ഥിക്കപ്പെടുന്നത്. പുതിയ വിദ്യാഭ്യാസ നയമനുസരിച്ച് 6 വയസ്സിലാണ് 1-ാം ക്ലാസ്സിൻ്റെ പ്രവേശനം. 1-ാം ക്ലാസ്സിലേക്ക് 6 വയസ്സിൽ പ്രവേശിക്കുന്നത് ഈ കാലഘട്ടത്തിലെ കുട്ടികൾ പൊതുവെ ഭൂരിഭാഗവും IQ വിഷയത്തിൽ വളരെ മുന്നിലാണ്. മാതാപിതാക്കൾ ചിന്തിക്കുന്ന ഒരുപക്ഷെ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള അധ്യാപകർ പോലും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികളുടെ മാനസിക വളർച്ചയും മാനസികമായ കാഴ്ചപ്പാടും വളർന്നിട്ടുണ്ടെന്നാണ് അനുഭവങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. 6 വയസ്സിൽ 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് കാത്തു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 2-ാം ഘട്ടത്തിലുള്ള കുട്ടികളുടെ ഭാവി കാഴ്ചപ്പാടുകളും അതിന് അവരുടെ ഉയർന്ന IQവിൻ്റെ അളവുകളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു ഇടക്കാല വിദ്യാഭ്യാസ സംവിധാനം നിന്നുപോവുക എന്നുള്ളത്, ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളുടെ ഭാവിയിൽ വലിയൊരു കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ആശാന്മാരുടെ മുമ്പിൽ അക്ഷരങ്ങൾ എഴുതി പഠിച്ചു പോന്ന ആ സിസ്റ്റങ്ങളുടെ വളർച്ചയും അതിൻ്റെ പുരോഗമിച്ച രൂപവും എന്നാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുക. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ KGയുടെ വിവിധ ഭാഗങ്ങൾ, വിവിധ സെക്ഷനുകളുടേതായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടത് വിദ്യാർത്ഥികളുടെ ആ കാഴ്ചപ്പാട് നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ ഉപകാരപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല. 6 വയസ്സ് വരെ കുട്ടികൾ വീട്ടിൽ നിന്നാൽ മാതാവാണ് കുട്ടികളുടെ ആദ്യത്തെ മദ്രസ, സ്കൂൾ എന്ന് നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ ആ മാതാവിനും സഹകരിക്കുന്ന പിതാവിനും തന്നെ കൃത്യമായ സമയങ്ങൾ കുട്ടികളുടെ സാംസ്കാരിക ചിന്ത, വിദ്യാഭ്യാസ പഠന കാഴ്ചപ്പാടുകൾക്ക് യോജിച്ചു നിൽക്കാൻ കഴിയുന്ന പരിമിതികൾ ഉള്ളതുകൊണ്ട് ആ പരിമിതികളിൽ കുട്ടികളുടെ വളർച്ചകളിൽ വൈകല്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നിടത്ത് നിന്നാണ് ഈ KG വിദ്യാഭ്യാസത്തിൻ്റെ, ഇന്നത്തെ പരിഷ്കരിച്ച രൂപത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യതയും ആവശ്യകതയും നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ CBSEയുടെ തുടക്കം എന്നുള്ള നിലയിൽ ഇംഗ്ലീഷ് ബേസ് ചെയ്തുകൊണ്ടുള്ള ആ പഠനത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള രൂപമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ലോകാടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മലയാളം നമ്മൾ കേരളത്തിൻ്റെ ഭാഷയാണ്. തമിഴ്നാട്ടിലേക്ക് എന്നാൽ സംസ്കൃതം അവിടുത്തെ ഒരു പുരാതന ഭാഷയാണ്. മറ്റിതര 100-ലധികം ഭാഷകൾ നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലായി ചർച്ച ചെയ്യപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ലോകത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റിൻ്റെ അതിർത്തിയിൽ നിന്ന്, ഒരുപക്ഷെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് അപ്പുറത്തേക്ക് സഞ്ചരിച്ച് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മാതൃഭാഷ മതിയാകാത്ത അവസ്ഥ ഇന്ന് നാം മനസ്സിലാക്കിയതല്ല, വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിവിധ ഭാഷകളിലുള്ള വിവിധ പഠനങ്ങളും വിദ്യാഭ്യാസങ്ങളും അതുപോലെ തന്നെ വിവിധ സംസ്കാരങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ശൈലികളുടെ പ്രിപ്പറേഷനുകളും കുട്ടികളുടെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അതിലേക്ക് നാന്ദി കുറിക്കുന്ന, അതിലേക്ക് വേണ്ടി പരിവർത്തനം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന വളരെ അങ്ങേയറ്റം സ്തുത്യർഹമായ ഒരു തുടക്കമാണ് ഇന്നിവിടെ നടന്നത് എന്ന് ഞാൻ സ്വാഭാവികമായിട്ടും ആശിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്.
മാലിക് ദീനാറുമായി 5-6 വർഷത്തെ അടുത്ത ബന്ധങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഈ സുപ്രഭാതം ഇവിടെ കഴിഞ്ഞ വർഷങ്ങളെല്ലാം അപേക്ഷിച്ച് വളരെയേറെ സന്തോഷകരമായ, വളരെയധികം ആഹ്ലാദകരമായ പ്രതീക്ഷകൾ ഒരുപാട് വളർത്തി തരുന്ന അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഈ സ്ഥാപനത്തിൻ്റെ അക്കാഡമിക്കലായ ഇതിൻ്റെ പ്രവർത്തന നേതൃത്വം ഏറ്റെടുത്ത പ്രിയപ്പെട്ട നമ്മളുടെ പ്രിയങ്കരനായ അബ്ദുൽ ജലാൽ സാറിൻ്റെ മഹനീയമായ പരിശ്രമവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹം വിദേശങ്ങളിൽ നിന്ന് പോലും നേടിയെടുത്ത വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റുകളും അതിൻ്റെ മഹത്വങ്ങളും അത് വിദ്യാർത്ഥികളിൽ സമൂഹത്തിൽ എപ്രകാരം പ്രയോഗവൽക്കരിക്കണമെന്ന് വർഷങ്ങളായി അദ്ദേഹം പ്ലാൻ ചെയ്തെടുത്ത അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്ങാണ് മാലിക് ദീനാറിൽ അദ്ദേഹം പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ന്യായമായി ഞാൻ ആഗ്രഹിക്കുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ തന്നെ പുലർച്ചെയാണ് ഇപ്പോൾ നമ്മൾ ഈ വർഷം ഇവിടെ കാണുന്ന ഈ പുതുമകൾ നിറഞ്ഞ, ഒരുപാട് പുതുമകൾ നിറഞ്ഞിട്ടുള്ള ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിനുവേണ്ടി ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റ്, എല്ലാത്തിൻ്റെയും നേതൃത്വം വഹിക്കുന്ന ആദരണീയനായ ബാബ ഹാജി അവർകൾ, അതുപോലെ തന്നെ മനസ്സുകൊണ്ട് ഒരുപാട് ആശയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇറങ്ങിയ കാര്യത്തിൽ പ്രവർത്തിച്ച് മുന്നേറണം, അതെവിടെയെങ്കിലും എത്തണമെന്നാഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് തന്നെ ഞാൻ ഒരുപാട് ബഹുമാനത്തോടുകൂടി പറയട്ടെ, പ്രിയപ്പെട്ട റഹീമിക്ക ഉൾപ്പെടെയുള്ള ഈ പ്രവർത്തന ഗ്യാങ്, ഈ പ്രവർത്തന കൂട്ടായ്മ, അതുപോലെ തന്നെ മുഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള, കാസിമിക്ക ഉൾപ്പെടെയുള്ള ഈ കൂട്ടായ്മയുടെ ശക്തമായ ഏകീകൃതമായ മുന്നേറ്റത്തിൻ്റെ ഒരു പുലർച്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് തീർച്ചയായിട്ടും പറയുവാൻ കഴിയും. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ, ദൗത്യ ജീവിതത്തിൻ്റെ, പ്രവാചക ജീവിതത്തിൻ്റെ തുടക്കം വിദ്യാഭ്യാസം കൊണ്ടാണ് തുടങ്ങിയത് എന്ന് നമുക്കറിയാം. അക്ഷരാഭ്യാസമില്ലാത്ത അറബി സമൂഹത്തിന് അക്ഷരങ്ങൾ വരച്ച് കാണിച്ചു കൊടുത്ത്, അക്ഷരങ്ങൾ എഴുതേണ്ട രൂപങ്ങൾ കാണിച്ചു കൊടുത്ത്, ആ അക്ഷരത്തിന് വേണ്ടി തന്നെ അക്ഷരം പഠിപ്പിച്ച, അക്ഷരാഭ്യാസം തന്നതിൻ്റെ പ്രതിഫലമായി തന്നെ ലക്ഷോപലക്ഷം ദിർഹമുകളോ ദീനാറുകളോ വിലമതിച്ചേക്കാവുന്ന തടവ് പുള്ളികളുടെ മോചനം വരെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയുണ്ടായി. പൈസ ചോദിച്ചാൽ അല്ലെങ്കിൽ പണം ചോദിച്ചാൽ ഒരുപാട് ലഭിക്കാവുന്ന ഒരു മേഖലയായിരുന്നിട്ട് പോലും തുച്ഛമായ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ തന്നെ അത്രയും വലിയൊരു കാര്യമായ മോചനം, ജയിൽ മോചനം പോലും തടവ് പുള്ളികൾക്ക് നൽകാൻ മാത്രം വിദ്യാഭ്യാസത്തോട്, പഠനത്തോട്, സംസ്കാരത്തോട്, അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ സ്വഭാവ സംസ്കരണത്തോട് എല്ലാം ഒരുപാട് മുഖം കാണിച്ചു വയ്ക്കുകയും അതിലേക്ക് ശക്തമായ പ്രേരണ നൽകുകയും ചെയ്ത പ്രവാചകൻ്റെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച മാലിക് ദീനാറിൻ്റെ ഭാഗമായി, നമ്മുടെ എല്ലാം മനസ്സിൻ്റെ ഭാഗമായി ഞാനിവിടെ സ്നേഹത്തോടുകൂടെ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മഹത്തായ വേദിയിൽ, മഹത്തായ പ്രവർത്തന രംഗത്ത് ഇത്രയും വലിയ ഉയർച്ചകളും മാറ്റങ്ങളുമെല്ലാം വരുത്താൻ കഴിയുന്ന മാലിക് ദീനാർ പലരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദേശത്തെ ഒരു വിളക്ക് തന്നെയാണ്, ഒരു വിളക്കാണ്, വീണ്ടും വീണ്ടും ഒരിക്കലും കെടാത്ത, ലോകാവസാനം വരെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരുപാട് വെളിച്ചങ്ങൾ നൽകുന്ന, വിതരണം ചെയ്യുന്ന കെടാവിളക്കായി നമ്മുടെ നാട്ടിൽ പ്രശോഭിക്കട്ടെ, പരിലസിക്കട്ടെ. അതിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ മാലിക് ദീനാർ ദഅ്വാ സെൻറ്റർ, അതുപോലെ തന്നെ നാജിയ വിമൻസ് അക്കാദമി ഉൾപ്പെടെയുള്ള ഈ മാനേജ്മെൻറ്റിൻ്റെ വലിയ വിശാലമായ കാഴ്ചപ്പാടുകളിലൂടെ കൂടിയും വിദ്യാഭ്യാസത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളും പടർന്ന് പന്തലിക്കട്ടെ, പരിലസിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് പരിമിതമായി ഈ സമയത്തെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞതിൽ, അതിനവസരം നൽകിയതിൽ പ്രവർത്തകരോടുള്ള നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.